വൈറലായ വീഡിയോ. അതെ, അതെ. ആ വീഡിയോയിൽ ആ പാമ്പിന്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് മാം ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതുപോലെ എന്തൊക്കെ അതിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, എന്താ അത് സംഭവം? ഞാൻ പൊതുവെ മൃഗങ്ങളോടൊക്കെ സംസാരിക്കാറുണ്ട്. സൈക്കോ ആയതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഗ്രേസ്ഫുൾ, കറേജിയസ് ആൻഡ് ഫിയർലെസ്. സച്ചിൻ ടെണ്ടുൽക്കർ, ഇനി വേറെ ആരും വേണ്ട. ഞാനൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ഭാഗത്തു നിന്നൊരു കമന്റ് കിട്ടുന്നു എന്ന് പറയുന്നത്. ഞാൻ ഈ പാമ്പ് പിടിച്ചില്ലെങ്കിലും എനിക്ക് ശമ്പളം കിട്ടും. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന ജോലിയിൽ പാമ്പിനെ റെസ്ക്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഞാൻ ശരിക്കും ഈ ജോലി. അത് ആ ഒരു പാഷൻ അല്ല, ഒരു അതെ ഭയങ്കര ഒരു ഇഷ്ടമാണ് എനിക്ക് അതിനോട്. പാമ്പ് ഒരിക്കലും മനഃപൂർവ്വമായിട്ട് വന്ന ഒരാളെ ഉപദ്രവിക്കാറില്ല. പിന്നെ നമ്മുടെ വീടിന് അകത്തോ പുറത്തോ ഒക്കെ ഇത് വന്ന് പെടുമ്പോൾ അതിനെ റെസ്ക്യൂ ചെയ്ത് മാറ്റുമ്പോൾ ശരിക്കും അതിൻ്റെ ജീവനും നമ്മൾ രക്ഷിക്കുന്നുണ്ട്. ആ വീട്ടിൽ ഒരാളുടെ ജീവനും കൂടി ഉറപ്പായിട്ടും നമ്മൾ രക്ഷിക്കുന്നുണ്ട്. രാജവെമ്പാല കടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? രാജവെമ്പാല കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കും. ഒരു 15 മിനിറ്റ്സിനുള്ളിലൊക്കെ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം വേറെ ആൻറ്റിവെനം നമുക്കില്ല. കേരളത്തിൽ മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും എന്നുള്ള വെനമസ് ആയിട്ടുള്ളത് കോബ്ര, സ്പെക്ടക്കിൾഡ് കോബ്ര എന്ന് പറയുന്ന മൂർഖൻ പാമ്പ്, 2 റസൽസ് വൈപ്പർ എന്ന് പറയുന്ന അണലി, 3 കോമൺ ക്രൈറ്റ് എന്ന് പറയും, നമ്മുടെ വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ, 8 മൂർഖൻ എന്നൊക്കെ പറയും. പിന്നെ 1 സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയും, ഈർച്ചവാളൻ ശൽക്ക അണലി എന്ന് പറയുന്ന അണലിയുടെ തന്നെ ഒരു വകഭേദമാണ്. നമുക്കൊപ്പം ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. അപ്പം എൻ്റെ സ്റ്റാറ്റസുകളും എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും കണ്ട് പാമ്പുകളുടെ ഭയം മാറിയ എത്രയോ പേരുണ്ട്. നമ്മൾ ശരിക്കും സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്രത്തോളം ഒരു അംഗീകാരമൊന്നും പലപ്പോഴും കിട്ടാറില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ സമൂഹം വളരെയധികം 2 കൈയും നീട്ടി സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. ഗ്രേസ്ഫുൾ, കറേജിയസ് ആൻഡ് ഫിയർലെസ്. സാക്ഷാൽ സച്ചിൻ ടെണ്ടുൽക്കർ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയിട്ടുള്ള റോഷ്നി മാമിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണിത്. റോഷ്നി മാം, വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു സോ മച്ച്. മാം, ഈ കിങ് കോബ്രനെ പിടിക്കാൻ പോയപ്പോഴേ എന്തായിരുന്നു ആക്ച്വലി മനസ്സിൽ? ഒന്നുമില്ലായിരുന്നു, ശൂന്യമായിരുന്നു. അവിടെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നു, അത് പോവല്ലേ എന്ന് പറഞ്ഞിട്ട്. കാരണം പോയാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തുവാണ്, അതിനെ സേഫായിട്ട് റെസ്ക്യൂ ചെയ്ത് മാറ്റണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. ഓക്കെ, എത്ര വെയിറ്റ് ഉണ്ടായിരുന്നു ആ ഒരു കിങ് കോബ്രയ്ക്ക്? അതിന് എനിക്ക് തോന്നുന്നു ഒരു 10-20 കിലോയിൽ കൂടുതൽ. അവിടെ എൻ്റെ കൂടെ വന്ന് അവരാണ് എടുത്തത്. അവർ തന്നെയാണ് പറഞ്ഞത് 20 കിലോയ്ക്ക് മുകളിൽ അതിന് ഭാരം ഉണ്ടായിരുന്നു. ഒരു കറുത്ത ഒരു കവർ പോലത്തെ ഒരു സാധനം വെച്ചിട്ടല്ലേ? അതെ, നമ്മൾ കോട്ടൺ ബാഗിലാണ് പാമ്പിനെ റെസ്ക്യൂ ചെയ്യുന്നത്. കാരണം അതിൽ കുറച്ച് എന്തുവാണ് എയർ സർക്കുലേഷൻ ഉണ്ടാവും. അപ്പോൾ അതിന് ബാഗിനകത്താവുമ്പോൾ അതിന് പാമ്പിന് വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാറില്ല. സാധാരണ ഈ സ്നേക്ക് റെസ്ക്യൂവേഴ്സ് ബാക്കി ജീവികളൊക്കെ റെസ്ക്യൂ ചെയ്യുന്നവരെ കാട്ടി സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുന്നതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ അവർ റെസ്ക്യൂ ചെയ്യുന്നത് പാമ്പുകളെ മാത്രമല്ല, മറിച്ച് അവിടെയുള്ള ആൾക്കാരെയും കൂടിയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ പാമ്പുകൾ അത്രയും പേടിക്കേണ്ട കാര്യമുണ്ടോ? പേടി എന്ന് പറയുന്നത് നമുക്ക് കുഴപ്പമില്ല. ബാക്കി ഈ അറപ്പ് ആണ് അതിനെ കാണുമ്പോൾ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശരിക്കും ബൈ ഹാർട്ട് എനിക്ക് വിഷമം തോന്നാറുണ്ട്. പാമ്പ് ഒരിക്കലും മനഃപൂർവ്വമായിട്ട് വന്ന ഒരാളെ ഉപദ്രവിക്കാറില്ല. പിന്നെ നമ്മുടെ വീടിന് അകത്തോ പുറത്തോ ഒക്കെ ഇത് വന്ന് പെടുമ്പോൾ നമ്മൾ കാണുമ്പോൾ എന്തുവാണ് അതിനെ റെസ്ക്യൂ ചെയ്ത് മാറ്റുമ്പോൾ ശരിക്കും അതിൻ്റെ ജീവനും നമ്മൾ രക്ഷിക്കുന്നുണ്ട്. ആ വീട്ടിൽ ഒരാളുടെ ജീവനും കൂടി ഉറപ്പായിട്ടും നമ്മൾ രക്ഷിക്കുന്നുണ്ട്. പിന്നെ ഭയം എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും മനസ്സിലുള്ള ഒരു ഇതാണ്. മീൻസ് 99% പേർക്കും പാമ്പുകളെ ഭയമാണ്. അതെ അതെ. ലാസ്റ്റ് ആ വീഡിയോ ഇല്ലേ, വൈറലായ വീഡിയോ, ആ വീഡിയോയിൽ ആ പാമ്പിന്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത് മാം ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതുപോലെ എന്തൊക്കെ അതിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്, എന്താ അത് സംഭവം? അതെന്തുവാണ്, ഞാൻ പൊതുവെ മൃഗങ്ങളോടൊക്കെ സംസാരിക്കാറുണ്ട്. സൈക്കോ ആയതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിനോട് ഞാൻ സംസാരിച്ചത് എന്തുവായിരുന്നു, പോവല്ലേ എന്ന് പറയണുണ്ടായിരുന്നു, വാ നമുക്ക് പോകാം എന്ന് പറയണുണ്ടായിരുന്നു. അത് ഞാൻ പലപ്പോഴും കോബ്രയോടും അങ്ങനെ പറയാറുണ്ട്. ബുദ്ധിമുട്ടിക്കരുത്, നമുക്ക് പോവാം, സേഫായിട്ടാണ്, വേറെ കൊണ്ടാക്കാം എന്നൊക്കെ ഞാനിങ്ങനെ പറയും. അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സൈക്കോ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. നമുക്കൊപ്പം ഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. അപ്പോൾ ആ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ് അത്രയും. കാരണം എൻ്റെ സ്റ്റാറ്റസുകളും എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റും കണ്ട് പാമ്പുകളുടെ ഭയം മാറിയ എത്രയോ പേരുണ്ട്. അത് ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി പറയും. കാരണം അവർ തന്നെ പറയും, പാമ്പിൻ്റെ പാന്ന് കേട്ടാൽ ഓടുന്നവരൊക്കെ എൻ്റെ സ്റ്റാറ്റസ് കണ്ട് അവർക്ക് അതിനോട് ഒരു ഇഷ്ടം തോന്നി, അല്ലെങ്കിൽ അതൊരു വീഡിയോ ഫുള്ള് കാണാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആക്കി മാറ്റിയ ഒത്തിരി സ്ത്രീകളുണ്ട്. ഈ പാമ്പുകൾക്ക് ഭയങ്കര റിഫ്ലക്സ് ഉണ്ടല്ലോ. അപ്പം നമ്മൾ പിടിക്കാൻ പോകുന്ന ആൾക്കും അത്ര ഒരു റിഫ്ലക്സ് ഉണ്ടെങ്കിലല്ലേ അത് അടുത്ത് എന്ത് മൂവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്കത് മുൻകൂട്ടി കാണാൻ പറ്റൂ. അപ്പം അതിന് വേണ്ടി എന്തെങ്കിലും ട്രെയിനിങ്ങോ സെഷൻസോ ഒക്കെ കിട്ടിയിട്ടുണ്ടോ?
ഇല്ല, നമ്മൾ ആദ്യമായിട്ട് ട്രെയിനിങ് തരുമ്പോൾ എങ്ങനെയാണ് പാമ്പ് എന്താണെന്ന് പറഞ്ഞു തരും. നമുക്ക് എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ബാഗ് ആൻഡ് പൈപ്പ് മെത്തേഡിലൂടെ ശാസ്ത്രീയമായാണ് റെസ്ക്യൂ ചെയ്യുന്നത്. അതെന്തായിരുന്നു? അത് നമുക്കൊരു ഒരു PVC പൈപ്പ്, ഒരു ചെറിയൊരു പൈപ്പിൻ്റെ കഷ്ണം, എന്നിട്ടൊരു കോട്ടൺ ബാഗ്, ഓക്കെ. ഒരു സ്റ്റിക്ക്, ഒരു ടൂളാണ് നമ്മുടെ, ഒരു സ്റ്റിക്ക് തരും. നമ്മൾ ഈ സ്റ്റിക്ക് വെച്ചിട്ട് പാമ്പിനെ എടുത്തിട്ട് ജസ്റ്റ് കോബ്രയൊക്കെ ആണെങ്കിൽ നമ്മൾ വാലിൽ പിടിച്ചെടുക്കും. ഓക്കെ. അപ്പോൾ അതിനൊരു ഹാങ്ങിങ് പൊസിഷനിൽ നമ്മൾ ആ ടൂളിൽ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഒരു ഹോള് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ്. കാരണം പാമ്പുകൾ എപ്പോഴും മാളങ്ങളിലാണ് താമസിക്കുന്നത്, ഒരു ഡാർക്ക് സ്പേസിലാണ്. ആക്ച്വലി നമ്മൾ അവരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതെ, ഉറപ്പായിട്ടും. കാരണം അതുപോലെ ഒരു ഡാർക്ക് സ്പേസ് നമ്മൾ ഉണ്ടാക്കി വെച്ച് കൊടുത്തിട്ട് അതിനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്ത് അതിനുള്ളിലേക്ക് ബാഗിൽ ട്രാപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യാനായിട്ടുള്ള റീസൺ എന്തായിരുന്നു? മുൻപ് വനംവകുപ്പിൽ സ്ത്രീകൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുവാണ്, നമ്മുടെ സർക്കാർ കേരള PSC വഴി ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ ബൾക്കായിട്ട് വനിതകളെ എടുക്കുന്ന ബാച്ചാണ് 2017. ആ ബാച്ചിലുള്ള ഒരാളാണ് ഞാൻ. തിരഞ്ഞെടുത്തൊന്നുമല്ല, സർക്കാർ ജോലി വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ 2007 മുതൽ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രത്തിൽ അനൗൺസർ, ന്യൂസ് റീഡറൊക്കെ ആയിരുന്നു. 2013 ആകാശവാണിയിലുണ്ടായിരുന്നു. എന്തായിട്ടായിരുന്നു? ആകാശവാണിയിലും അനൗൺസറായിരുന്നു, പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് ആയിരുന്നു. അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. ദൂരദർശനിൽ ഇപ്പോഴും ഞാൻ ന്യൂസ് റീഡറായിട്ട് പോകുന്നുണ്ട്. 18 വർഷമായി. അതെൻ്റെ ഒരു പാഷനാണ്. ശരിക്കും ഞാൻ ആ ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ടാണ് എന്തുവാണ് ഇങ്ങനെ വനത്തിനുള്ളിലേക്ക് പോകുന്നത്. ആ സമയത്ത് ഇങ്ങനെ PSC ഇടയ്ക്ക് പഠിക്കാൻ പോകുമായിരുന്നു, ക്ലാസ്സിന് പോകുമായിരുന്നു. അങ്ങനെ ആദ്യം വന്ന ലിസ്റ്റാണ് ശരിക്കും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിഫോം ജോബിനോട് എനിക്ക് പണ്ടേ ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷേ വനംവകുപ്പല്ല, എനിക്ക് പോലീസ് ആവണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. SI പോസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ശരിക്കും ഞാൻ ഒരു SIയുടെ ലിസ്റ്റും ഒരു ബീറ്റ് ഓഫീസറുടെ ലിസ്റ്റ്, 2 ടെസ്റ്റ് ഞാൻ എഴുതിയായിരുന്നു. അപ്പോൾ SI പ്രതീക്ഷിച്ചാണ് ഞാൻ ശരിക്കും ഫിസിക്കലിന് പോയത്. പക്ഷേ SI ഇങ്ങനെ ഒരു 1-2 മാർക്കിന് കട്ട് ഓഫ് ചെയ്യുന്ന പോയി. സ്റ്റേറ്റ് ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻ ആയിരുന്നില്ലേ? ഞാൻ ബോൾ ബാഡ്മിൻ്റൺ ചെറുതിലേ മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് കളിക്കുമായിരുന്നു. ഇപ്പോഴൊക്കെ ഒന്നും ഇല്ല, അതെല്ലാം പോയി. ആ സ്കൂൾ സമയത്ത് പോകുമായിരുന്നു. സ്റ്റേറ്റ് ലെവലിൽ പോയിട്ടുണ്ട്. നാഷണൽ ലെവൽ എനിക്ക് ഇത് കിട്ടിയിട്ടുണ്ട്, സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അന്ന് 10ാം ക്ലാസ്സിൽ എന്തോ ഒറീസയിൽ വെച്ചായിരുന്നു എൻ്റെ നാഷണൽ. അങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് വിട്ടില്ല. അയ്യോ. മാം ഇതുവരെ ചെയ്തതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് തോന്നിയ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ ഏതായിരുന്നു? ഡേഞ്ചർ ആയിട്ടുള്ള ഒന്നും ഇല്ലായിരുന്നു. കൂടുതലും പെരുമ്പാമ്പ്, പൈത്തനാണ് ഏറ്റവും കൂടുതൽ രാത്രി കോള് വരുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ ഒറ്റയ്ക്കായിരിക്കും പോകുന്നത്. കാരണം നമുക്ക് ഓഫീസിൽ വണ്ടി അവൈലബിൾ ആണ്, സ്റ്റാഫൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ വിളിക്കുന്ന സ്ഥലത്ത് നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് എത്തിപ്പെടണം. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ഓഫീസിലുള്ള സമയത്താണെങ്കിൽ നമ്മൾ അതിൽ തന്നെ പോകും. പക്ഷേ വീട്ടിൽ ഇരിക്കുമ്പോൾ നമ്മൾ വണ്ടി വന്നിട്ട് നമ്മൾ അല്ലെങ്കിൽ ഓഫീസിലോട്ട് പോയിട്ട് പോകുന്ന ആ ഒരു ഡിലേ വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതിനുള്ളിൽ ഓടിപ്പോകാൻ വേണ്ടി ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ട് ആണ് കൂടുതലും പോയിട്ടുള്ളത് പങ്കെടുക്കാൻ. എൻ്റെ കാറിൽ പോകും, അല്ലെങ്കിൽ രാത്രിയാണെങ്കിൽ കൂടുതലും കാറിലാണ് പോകുന്നത്. ഒരു മഞ്ഞ ഡിയോയില് പാമ്പ് പിടിക്കാൻ വരുന്ന റോഷ്നിയെ എല്ലാവർക്കും അറിയാമെന്ന് പലരും പറഞ്ഞു. അതെ, എൻ്റെ ഒരു മഞ്ഞ ഡിയോ ഉണ്ട്, ഞാൻ അതിൽ പറക്കാറുണ്ട്. ഇപ്പം അധികം അത് ഉപയോഗിക്കാറില്ല, കുറച്ചുകൂടി കാറാണ് ഉപയോഗിക്കുന്നത്. കാരണം രാത്രിയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് കൊണ്ട് ഇടയ്ക്ക് കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പേടിയുണ്ടായിരുന്നു, വല്ല വഴിയിൽ വെച്ച് സ്കൂട്ടറിലൊക്കെ പോകുമ്പോൾ പിടിച്ച് തടഞ്ഞു വെച്ച് അടിച്ചിട്ടാലോ എന്നൊക്കെ പേടിയുണ്ട്. അങ്ങനെ പിന്നെ കൂടുതലും കാറിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ പാമ്പിനെ പിടിച്ചോണ്ട് പോകത്തില്ലേ, അപ്പൊ ഈ കാറിനകത്തൊക്കെ വെച്ചിട്ടല്ലേ പോകുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് പിന്നീട് ആ പാമ്പ് എപ്പോഴെങ്കിലും മാമിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടോ? ഞാനിങ്ങനെ വണ്ടിയിൽ എൻ്റെ വണ്ടിയിലാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ ഒരു ദിവസം രാത്രി ഒരു ക്രേറ്റിനെ എടുക്കാൻ പോയായിരുന്നു. കോമൺ ക്രേറ്റ്, ശംഖുവരൻ, ഭയങ്കര ഡേഞ്ചറാണ് ആള്. അപ്പോൾ അതിനെ ഇതുപോലെ നമ്മുടെ കോട്ടൺ ബാഗിലാണ് ശരിക്കും ഇട്ടുകൊണ്ട് വന്നത്. അപ്പോൾ ഡിക്കിയിൽ കിടക്കുമായിരുന്നു. അപ്പോൾ പിന്നീട് ഞാനത് നമുക്ക് ഓഫീസിൽ കൊണ്ടുവന്നിട്ട് അതിനെ എടുത്ത് വെച്ചിട്ട് നമുക്ക് റിലീസ് ചെയ്യണമല്ലോ. അത് ഒത്തിരി വർഷമായി, ഇപ്പോഴല്ല, ഒരു 2 വർഷത്തിനൊക്കെ മുന്നെയാണ്. റിലീസ് ചെയ്യാൻ നോക്കിയപ്പോൾ പാമ്പ് ബാഗിനകത്തില്ല. അപ്പോൾ അപ്പം ബാഗ് നോക്കിയപ്പോൾ ചെറിയൊരു ഹോള് പുള്ളി എന്നെ കടിച്ച് കീറിയതാണ്. അപ്പോൾ അങ്ങനെ കീറിയിട്ട് ഇറങ്ങിപ്പോയി. അപ്പോൾ ഇങ്ങോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കാറ് മൊത്തം അരിച്ചിട്ടും കിട്ടിയില്ല. നമുക്കത് ഉപേക്ഷിക്കാൻ തോന്നിയില്ല. കാരണം കയറി എന്ന് പറയുന്ന ആൾ ക്രേറ്റാണ്. ക്രേറ്റിൻ്റെ ഒരു പ്രത്യേകത ഉള്ളത്, ക്രേറ്റിന് വളരെ കുഞ്ഞു പല്ലുള്ള പാമ്പാണ് കോമൺ ക്രേറ്റ് എന്ന് പറയുന്നത്. ക്രേറ്റ് കടിച്ചാൽ അറിയാൻ പറ്റില്ല. നമുക്ക് വേദനയോ പിന്നെ ഒരു കളർ ചേഞ്ചോ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പം മീൻസ് നമ്മൾ പണ്ട് തമാശയ്ക്ക് പറയും 8 അടി വീരൻ എന്നാണ് ക്രേറ്റിനെ പറയാറുണ്ട്. 7 അടി നടന്നിട്ട് 8ാമത്തെ അടി വയ്ക്കൂല എന്ന് പറയും. കാരണം ഇതാണ് കാര്യം, നമ്മൾ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം കടിച്ചാൽ നമ്മൾ അറിയത്തില്ല. ഈ രാത്രി ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ കൂടുതലും ക്രേറ്റ് കടിച്ചിട്ടാണ് മരണം ഉണ്ടാവുന്നത്. അപ്പോൾ വേദന എടുക്കൂല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.
നമുക്കിത് എന്ത് ചെയ്യണം എന്നൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ ഓഫീസിൽ നിന്ന് സ്റ്റാഫും ഞാനും കൂടി ധൈര്യത്തിൽ വണ്ടി ഓടിച്ച്, ഞാൻ തന്നെയാണ് ഓടിച്ച് ഞങ്ങൾ ചാക്കയിലായിരുന്നു എൻ്റെ കാറിൻ്റെ ഷോറൂം. പുതിയ വണ്ടിയായിരുന്നു അന്ന്. അപ്പോൾ ചാക്ക ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ബാക്കിൽ നിന്ന് ഓരോ പാർട്ടായിട്ട് നമ്മൾ ഇളക്കി മാറ്റിയപ്പോഴത്തേക്ക് ബാക്കിൽ ഡോറിൻ്റെ സൈഡിൽ, ഡോർ വഴി നമ്മൾ അകത്ത് കയറുന്ന ഭാഗത്ത് കാല് വയ്ക്കുന്ന ഭാഗത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആ പീസ് ഇളക്കിയപ്പോൾ അതിനകത്തിരുന്നു. അങ്ങനെ ആളെ കിട്ടി. ശരിക്കും അത് കിട്ടിയപ്പോഴാണ് നമുക്ക്, അതെ, കാരണം അല്ലാന്നുണ്ടെങ്കിലേ എനിക്ക് സമാധാനമായിട്ട് എൻ്റെ വണ്ടിക്കകത്ത് വേറെ ആളെ കയറ്റാൻ പോലും പറ്റൂലാത്തൊരു. മാമിന് വന്ന ആദ്യത്തെ കോൾ എന്ന് പറയുന്നത് കല്ലാറെന്നാണ്. അതെ. പക്ഷെ ഇവിടെ ഇപ്പൊ ഇരിക്കുന്ന സമയത്ത് ലാസ്റ്റ് വന്ന കോൾ എവിടെ നിന്നാണ്? എന്ത് പാമ്പിനെ പിടിക്കാനാണ്? ഫസ്റ്റ് വന്നത് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ സമയത്ത് ആദ്യം വരുന്നത് പൈത്തണാണ്, പെരുമ്പാമ്പാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. അത് കല്ലാറായിരുന്നു. അവിടെ ഒരു വീട്ടിൽ കോഴിക്കൂടിനകത്തുനിന്ന് ഒരു പെരുമ്പാമ്പ് ഒരു കോഴിയെ വിഴുങ്ങിയിട്ടിരിക്കുമായിരുന്നു. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് തനിയുള്ള റെസ്ക്യൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ലാസ്റ്റ് വന്ന് നിൽക്കുന്നത് കിങ് കോബ്ര. അത് പേപ്പാറ, വിതിരന്ന് പേപ്പാറ പോകുന്ന വഴിക്ക് അഞ്ചുമരുതുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് തോടല്ല, അത് ഒരു ചെറിയൊരു അരുവിയാണ്. അവിടെ നിന്നാണ് ശരിക്കും ലാസ്റ്റ് കോൾ. അത് ലാസ്റ്റ് കോളല്ല, അതിന് ശേഷവും ഞാൻ പിടിച്ചു, റെസ്ക്യൂ ചെയ്തു. പക്ഷേ കിങ് കോബ്ര ആയിരുന്നു ആ ഒരു ഇതിൽ വരുന്നത്, ഏറ്റവും ഇതായിട്ട് നിന്നേ അല്ലേ? അതെ. ഈ ഇതിന് ശേഷം ഈ വീഡിയോ വൈറലായതിനു ശേഷം ആരെങ്കിലും ഒക്കെ വിളിച്ചിരുന്നു? നമുക്ക് അറിയാന്നുള്ള ഫേമസ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ വിളിച്ചിരുന്നു? അയ്യോ, ഒത്തിരി കോൾ, ഒരുപാട് മെസ്സേജസ് വന്നു, ഒരുപാട് കോൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സച്ചിൻ ടെണ്ടുൽക്കർ, ഇനി വേറെ ആരും വേണ്ട, ഇനി ആരുടെ കമൻറ്റ് വേണം? ശരിക്കും പറഞ്ഞാൽ അതിലും വലിയ സന്തോഷം. കാരണം ഞാനൊന്നും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരാളുടെ ഭാഗത്തു നിന്നൊരു കമൻറ്റ് കിട്ടുന്നു എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ PK ശ്രീമതി ടീച്ചർ FB-യിലിട്ടിരുന്നു. പിന്നെ എന്തുവാണ് നമ്മുടെ ശശി തരൂർ സാറ് MP സാർ ഇട്ടിരുന്നു പോസ്റ്റ്. കീർത്തി സുരേഷ് മാം കണ്ടിട്ട് എൻ്റെ ഒരു സാറിനോട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു വിളിക്കും എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷം. കാരണം ഒരു സ്ത്രീയെ അംഗീകരിക്കാൻ, നമ്മൾ ശരിക്കും സ്ത്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത്രത്തോളം ഒരു അംഗീകാരമൊന്നും പലപ്പോഴും കിട്ടാറില്ല. പക്ഷേ ഈ ഒരു കാര്യത്തിൽ സമൂഹം വളരെയധികം രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഒരാളും ഒരു പാമ്പും ഒരു റൂമിനകത്ത് പെട്ടുവെന്ന് വിചാരിക്കുക, എസ്കേപ്പ് ആവാൻ ഒരു വഴിയില്ല, ഡോർ ലോക്കാണ്. അയാൾക്ക് ഒരു 24 hours അതിനകത്ത് സർവൈവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഒന്നും ചെയ്യണ്ട, സമാധാനമായിട്ട് എവിടെയെങ്കിലും ഇരുന്നാൽ മതി. പാമ്പ് ഒരിക്കലും ഉപദ്രവിക്കില്ല ഇങ്ങോട്ട് വന്നിട്ട്. നമ്മൾ പാമ്പിനെ കാണുമ്പോൾ അല്ലെങ്കിൽ പാമ്പ് നമ്മളെ കാണുമ്പോൾ നമ്മളും പേടിക്കും, പാമ്പും പേടിക്കും. അപ്പോൾ അത് ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിന് സേഫായിട്ടുള്ള സ്ഥലം എവിടെയാണോ അവിടെ പോയി കയറിയിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ ഒരു വെപ്രാളമായിരിക്കും അതിനുണ്ടാകുന്നത്, അതിന് രക്ഷപ്പെട്ടു പോയി. ഇപ്പോൾ റൂമിനകത്ത് അടച്ച റൂമിലാണെങ്കിലും അതിങ്ങനെ പരതി നടക്കും. അതിന് എവിടെയാണ്, ഏത് വഴി, എവിടെയെങ്കിലും ഒരു ഹോളുണ്ടെങ്കിൽ അത് ഇറങ്ങി പോകാനായിരിക്കും ശ്രമിക്കുക. അല്ലാതെ നമ്മൾ അതിനകത്ത് നിൽക്കുന്നു, ആളിനെ അറ്റാക്ക് ചെയ്തിട്ട് പോകണം എന്ന് ഒരിക്കലും പാമ്പ് വിചാരിക്കില്ല. നമ്മൾ അതിനെ ചവിട്ടുകയോ, ഇപ്പം മീൻസ് നമ്മളൊരു പഴഞ്ചൊല്ല് തന്നെ പറയും, അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറയും. അതുപോലെ അതിൻ്റെ ശരീരം വേദനിക്കുമ്പോൾ മാത്രമാണ് ശരിക്കും അത് നമ്മളെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് സുഖമായിട്ട് അതിനകത്തിരിക്കാം. അതെ, ഒരു പ്രശ്നമില്ല. എപ്പോഴെങ്കിലും പാമ്പ് പിടിക്കുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടോ പാമ്പ്? കോബ്രയൊക്കെ നമ്മളെ, ഞാൻ ഒരു നെടുമങ്ങാടുന്നൊരു കോബ്ര എടുത്തത് ഒരു ഇച്ചിരി വലിയ സൈസുള്ള കോബ്രയായിരുന്നു. അത് അതിനിങ്ങനെ തൊടാൻ സമ്മതിക്കൂലായിരുന്നു. കാരണം നമ്മളിങ്ങനെ സ്റ്റിക്ക് വെച്ച് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു വാലിലൊരു പിടിയും കൂടെ കിട്ടിയാൽ മാത്രമേ നമുക്ക് എടുത്ത് കൊണ്ടുവന്ന് ബാഗിലാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ കോബ്ര ഭയങ്കരമായിട്ട് ഇങ്ങനെ അഗ്രസീവായിരുന്നു. അത് ചില സമയത്ത് പാമ്പ് അഗ്രസീവ് ആയിരിക്കും. അത് ഇണ ചേരുന്ന സമയത്ത് കിട്ടുവാണെങ്കിൽ, അല്ലെങ്കിൽ മുട്ടയിട്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ റെസ്ക്യൂ ചെയ്യുവാണെങ്കിൽ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും പാമ്പ്. ഇതിപ്പോ സ്മെല്ല് അറിയുന്നത് നാക്ക് കൊണ്ടിട്ടല്ലേ? അതെ, സ്മെല്ലല്ല, അത് സെൻസ് ചെയ്യുന്നത് നാക്ക് വെച്ചിട്ടാണ്, കെമിക്കൽ അബ്സോർബ് ചെയ്തിട്ട്. അതെ. അപ്പം അന്തരീക്ഷത്തിലെ തന്മാത്രകളിൽ നിന്ന് അതിൻ്റെ ആ ഒരു ഹീറ്റ് സെൻസിറ്റീവ് ആണ്. അണലിയൊക്കെ ഹീറ്റ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ അങ്ങനെയാണത് ഈ സാധനങ്ങളെ സെൻസ് ചെയ്യുന്നത്. ഒരു ജേക്കബ്സൺ ഓർഗൻ എന്ന് പറഞ്ഞിട്ടൊരു ഓർഗനുണ്ട്, അതിൽ അങ്ങനെയാണത് സെൻസ് ചെയ്യുന്നത്. പാമ്പിനെ പിടിക്കാൻ ഇത്ര ഇഷ്ടമാണ്, ഇങ്ങനെ ഒരു കാരണം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പണി നിർത്തും എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു കാരണം എന്തായിരിക്കും? ഇതുവരെ അങ്ങനെ ഒരു കാരണം അങ്ങനെ വന്നിട്ടില്ല. എനിക്ക് തോന്നിയില്ലെങ്കിലും പലരും എന്നോട് പറഞ്ഞു ഇതങ്ങ് മതിയാക്കിക്കൂടെ. കാരണം ഞാൻ ഈ പാമ്പ് പിടിച്ചില്ലെങ്കിലും എനിക്ക് ശമ്പളം കിട്ടും. കാരണം എൻ്റെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന ജോലിയിൽ പാമ്പിനെ റെസ്ക്യൂ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്നെപ്പോലെ ഒത്തിരി ലേഡീസ് ഉണ്ട്, ജെൻസ് ഉണ്ട് വനം വകുപ്പിൽ. ഇവരാരും ചെയ്യുന്നില്ല, അവർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ
എൻ്റെ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് ഞാൻ ശരിക്കും ഈ ജോലി അത് ആ ഒരു കാര്യം ചെയ്യുന്നത്. അതൊരു എന്തുവാണ് എൻ്റെ ഒരു പാഷനല്ല, ഒരു അതെ ഭയങ്കര ഒരു ഇഷ്ടമാണ് എനിക്കതിനോട്. അപ്പോൾ അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ അയാളെ എന്തുവാണ് അങ്ങനെ ഉപദ്രവിക്കുന്നത് അതൊരു ശരിക്കും ഒരു ലോജിക്കില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മുടെ സമൂഹം അങ്ങനെ ആയതുകൊണ്ട് നമുക്കതിലൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് തോന്നി വേണ്ട ചെയ്യണ്ട, കാരണം ആർക്കും വേണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാണ് എന്ന് തോന്നി. പക്ഷേ ആരെങ്കിലും ഒരു കോള് വിളിക്കുമ്പോൾ ഞാനിങ്ങനെ എന്തുവാണ് ഓട്ടോമാറ്റിക്കലി ഞാൻ ഇറങ്ങിപ്പോയി പോവും. അതെൻ്റെ ഒരു സ്വഭാവമാണ്. നമ്മുടെ രാജ്യത്ത് ഒരു വർഷം 40,000-ലധികം പേരാണ് ഈ പാമ്പ് കടിയേറ്റ് മരിക്കുന്നത് എന്നാണ് ഒരു കണക്ക് അപ്രോക്സ്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്? ആൾക്കാർക്ക് പ്രോപ്പറായിട്ടുള്ള അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണോ? അല്ല, മുമ്പ് പാമ്പ് കടിയേറ്റുള്ള മരണം വളരെ കൂടുതലായിരുന്നു. അപ്പോൾ ആ ബൈറ്റ് ഉണ്ടാകുന്ന സ്ഥലത്തിന് മുകളിലായിട്ട് മുറുകെ കെട്ടി വെക്കുന്നുണ്ട്, ബ്ലൈഡ് വെച്ച് കീറി രക്തം വാർത്ത് കളയുന്നുണ്ട്, സക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആൾക്കാർ തനിയെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ശരിക്കും പാമ്പ് കടിയേറ്റ് മരണം ഉണ്ടാവാനുള്ള കൂടുതൽ കാരണം. പക്ഷേ അത് ശരിക്കും കുറേയൊക്കെ അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവർ അറിഞ്ഞു വരുന്നുണ്ട് ആൾക്കാർ. നമ്മളിപ്പോൾ ഒരു പാമ്പ് ബൈറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ തല്ലിക്കൊന്ന് കൊണ്ടുപോവേണ്ട കാര്യമില്ല. കാരണം നമുക്കിപ്പോൾ ശരിക്കും 4 പാമ്പുകളാണ് നമുക്ക് ഇവിടെ നമ്മുടെ കേരളത്തിൽ മനുഷ്യന് ഉപദ്രവം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ മരിച്ചു പോകും എന്നുള്ള വെനമസ് ആയിട്ടുള്ളത്. ഒന്ന് നമ്മുടെ കോബ്ര, സ്പെക്ടക്കിൾഡ് കോബ്ര എന്ന് പറയുന്ന മൂർഖൻ പാമ്പ്, 2 റസൽസ് വൈപ്പർ എന്ന് പറയുന്ന അണലി, 3 കോമൺ ക്രൈറ്റ് എന്ന് പറയും നമ്മുടെ വെള്ളിക്കെട്ടൻ ശംഖുവരയൻ 8 മൂർഖൻ എന്നൊക്കെ പറയും. പിന്നെ ഒന്ന് സോസ്കെയിൽഡ് വൈപ്പർ എന്ന് പറയും, ഈർച്ചവാളൻ ശൽക്ക അണലി എന്ന് പറയുന്ന അണലിയുടെ തന്നെ ഒരു വകഭേദമാണ്. അപ്പോൾ ഇവർ 4 പേരുമാണ് ശരിക്കും നമുക്ക് കടിച്ചാൽ നമ്മൾ മരിച്ചു പോകും എന്നുള്ള. ഇതിൽ അണലിയുടെ തന്നെ വേറെയും കുറച്ച് വകഭേദമുണ്ട്. ഈ ഹംബനോസ്ഡ് പിറ്റ് വൈപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട്, മുഴമൂക്കൻ കുഴിമണ്ഡലി, ചുരുട്ടമണ്ഡലി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വേറെ കുറച്ചെണ്ണം കൂടിയുണ്ട്. അപ്പോൾ ഇവരാണ് കടിച്ചാൽ ശരിക്കും നമ്മൾ മരിച്ചു പോകും എന്നുള്ള, അല്ലെങ്കിൽ നമ്മൾ ആൻറ്റിവെനം ചെയ്യണം എന്നുള്ളത്. ഇതിനെല്ലാം മുകളിലാണ് കിങ് കോബ്ര. കിങ് കോബ്രയ്ക്ക് നമുക്ക് ആൻറ്റിവെനം ഇല്ല. അതെ, നമുക്ക് ഇന്ത്യയിൽ ആൻറ്റിവെനം ഇല്ല. കാരണം കിങ് കോബ്ര കടിച്ചിട്ട് നമുക്കൊരു മരണം അധികം ഇല്ല. എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ 2-3 മരണം കൊണ്ടാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ കേരളത്തിൽ ആകെ ഒരെണ്ണമാണ് നമ്മൾ മ്യൂസിയത്തൊരു ആൾ മരിച്ചിട്ടുള്ളൊരു ഹരീഷ് എന്നുകൊണ്ട് പറഞ്ഞിട്ടൊരു പയ്യൻ ആ രാജവെമ്പാലയെ നോക്കുന്ന ആളായിരുന്നു. ആ പുള്ളിയാ കൂടെ. അപ്പം പുള്ളി എന്തിനാണെന്ന് അറിഞ്ഞൂടാ, എങ്ങനെയാണെന്നും അറിഞ്ഞൂടാ, അന്ന് ആ ആൾ മരിച്ചത് കിങ് കോബ്ര ബൈറ്റ് ആണ്. ഇത് രാജവെമ്പാല കടിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? രാജവെമ്പാല കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കും. ഒരു 15 മിനിറ്റ്സിനുള്ളിലൊക്കെ മരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം വേറെ ആൻറ്റിവെനം നമുക്കില്ല. നമുക്ക് ഇന്ത്യയിൽ ആൻറ്റിവെനം ഇല്ല. തായ്ലൻഡിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്, ഇന്ത്യയിൽ ആൻറ്റിവെനം എടുക്കുന്നില്ല. അപ്പോൾ ബാക്കി പാമ്പുകൾ കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഒരു ബൈറ്റ് ഉണ്ടായി എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ചെയ്യാനുള്ളത് ആളെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക. നമ്മൾ ടെൻഷൻ കൊടുക്കുക. ഇപ്പം കടിച്ചത് മൂർഖനാണെന്ന് നമുക്കറിയാമെങ്കിലും നമ്മൾ ആളിനോട് അല്ല അത് വെനമസ് അല്ല എന്ന് പറഞ്ഞൊരു സമാധാനം. കാരണം ചേര കടിച്ച് അറ്റാക്ക് വന്ന് മരിച്ചിട്ടുണ്ട്, പ്രഷർ കയറിയിട്ടാണ് മരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ആദ്യം ആളെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക. എന്നിട്ട് എത്രയും വേഗം ആൻറ്റിവെനം ലഭിക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ അത്യാവശ്യം എല്ലാ ഹോസ്പിറ്റലിലും ആൻറ്റിവെനം കൊടുക്കുന്നുണ്ട്. അതെ അതെ, ഒന്ന് റിലാക്സ് ചെയ്യിപ്പിച്ചിട്ട് ഒന്ന് കിടത്തി കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. കാരണം നമ്മൾ ഈ നടക്കുകയും ഫുഡ് കഴിക്കുകയും ചെയ്യരുതെന്നൊക്കെ പറയുന്നത് ആ ഒരു മെറ്റബോളിക് ആക്ടിവിറ്റി നമ്മുടെ ബോഡിയിൽ നടക്കുമ്പോൾ അതിനനുസരിച്ച് വെനം നമ്മുടെ ബോഡി മൊത്തം ഇങ്ങനെ കറങ്ങാനുള്ള ഒരു സാഹചര്യം കൂടുതലുണ്ടാവും. നമ്മൾ ഈ വെള്ളമൊഴിച്ച് തേച്ച് കഴുകുകയൊക്കെ ചെയ്യും. അപ്പോൾ അതെല്ലാം ഒരു മസാജിങ് ആണ്. അതിനനുസരിച്ച് വെനം വളരെ ഫാസ്റ്റായിട്ട് കയറിപ്പോകും. ഈ കെട്ടി വെക്കുമ്പോൾ അതെ രക്തത്തിലേക്ക് കടക്കും. കാരണം കെട്ടി വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കെട്ടി മുറുക്കി വെക്കും. അപ്പോൾ ഇത് എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് അഴിക്കണമല്ലോ. ഇത് അഴിക്കുമ്പോൾ അതുവരെ ആ ഒരു ഇതിൽ ടൈറ്റായിട്ട് എല്ലാം കൂടി നിന്നത് ഇത് അഴിക്കുമ്പോൾ ഈ ഡാമിൽ നിന്ന് വെള്ളം പുറത്തു പോകുന്നത് പോലെ ഫാസ്റ്റായിട്ട് വെനവും ബ്ലഡും എല്ലാം കൂടി നമ്മുടെ ബ്രെയിനിലേക്ക് പോകാനുള്ള സാധ്യത. ഇപ്പം ഓരോ പാമ്പ് കടിച്ചാലും ഓരോ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്, രക്തപര്യന വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അണലിയൊക്കെ കടിച്ചാൽ ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഒക്കെയാണ് ഉണ്ടാകുന്നത്. വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു പാമ്പാണ് അണലി എന്ന് പറയുന്നത്. ഒരു ഡൗട്ടാണെങ്കിൽ പോലും എന്തുവാണ് പാമ്പാണോ എന്നൊരു സംശയം ഉണ്ടെങ്കിൽ പോലും ഉറപ്പായിട്ട് ഹോസ്പിറ്റലിൽ പോയാൽ അവരത് കൃത്യമായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ആ ക്ലോട്ടിംഗ് ടൈം നോക്കിയിട്ടാണ് ആൻറ്റിവെനം ചെയ്യുന്നത്. ഈ സർപ്പ ആപ്പിൻ്റെ ട്രെയിനിങ്ങിനെ കുറിച്ചൊന്ന് പറയാൻ പറ്റുമോ? സർപ്പ എന്ന് പറഞ്ഞാൽ സ്നേക്ക് അവയർനെസ് പ്രൊട്ടക്ഷൻ ആപ്പ് എന്ന് പറയുന്നതാണ്. റെസ്ക്യൂ ആൻഡ് പ്രൊട്ടക്ഷൻ ആപ്പാണ്. നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക്, താല്പര്യമുള്ളവർക്ക് വനംവകുപ്പ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്.
നമ്മളെ വനകുറ്റകൃത്യമൊന്നും പാടില്ല, പോലീസ് കേസൊന്നും ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള കുറച്ച് നിബന്ധനകൾ വച്ചിട്ട് അങ്ങനെയുള്ള താല്പര്യമുള്ളവർക്ക് വനം വകുപ്പ് സർപ്പയുടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ എന്താണ് കേരള സർക്കാർ വനം വകുപ്പും കൂടി 2019 സർപ്പയുടെ ആപ്പ് കൊണ്ടുവരുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ സയൻറ്റിഫിക് റെസ്ക്യൂ ചെയ്യുന്നത്. സർപ്പയുടെ ആപ്പ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. സർപ്പയുടെ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളിൽ തന്നെ നമ്മുടെ കേരളത്തിലെ തന്നെ ലൈസൻസ്ഡായ വോളണ്ടിയേഴ്സിൻ്റെ എല്ലാ നമ്പേഴ്സ് ഉണ്ട്. നമുക്ക് പാമ്പിനെ കണ്ടാൽ നമുക്ക് തന്നെ അതിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വിളിക്കാനായിട്ട് അതിൽ വോളണ്ടിയേഴ്സിൻ്റെ നമ്പേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓഫീസേഴ്സിൻ്റെ നമ്പേഴ്സ് ഉണ്ട്, കൺട്രോൾ റൂം നമ്പറുണ്ട്, RRTയുടെ നമ്പറുണ്ട്. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചറിയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ റെസ്ക്യൂവർ വന്ന് ആ പാമ്പിനെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി കൊടുക്കും. മാം പാമ്പുകളെ പിടിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അപ്പോൾ പലരും പറയുന്നുണ്ട് ഇത്രയും ഇത് സേഫ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി അത് സേഫ് ആണോ തോന്നിയിട്ടുണ്ടോ? അതെ, നമുക്ക് ശരിക്കും സേഫ്റ്റിക്ക് വേണ്ടി തന്നേക്കുന്നത് ഈ ടൂളാണ് തന്നേക്കുന്നത്. അപ്പോൾ ഹുക്ക് എന്ന് പറയുന്ന സാധനം, ഹുക്ക് ഒരു ട്രയാങ്കിൾ, ഞാൻ കിങ് കോബ്രയെ പിടിക്കുന്ന ഒരു ട്രയാങ്കിൾ ഒരു ഹുക്കാണ്. അതിൽ ഇങ്ങനെ ഒരു ബാഗ് ക്രിയേറ്റ് ചെയ്ത് നമ്മളൊരു ആർട്ടിഫിഷ്യൽ ഒരു ട്രാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് കിങ് കോബ്രയെ ഒരു പൈപ്പ് വെച്ചിട്ട് കയറ്റാൻ പറ്റൂല, കാരണം കിങ് കോബ്രയ്ക്ക് ഇത്രയും ലെങ്ത് കിടക്കുവാണ്. അപ്പോൾ എനിക്ക് ആ ഹുക്കിൽ ഈ കിങ് കോബ്രയെ അത്രയും ഉൾക്കൊള്ളാനായിട്ട് പറ്റൂല. അതുകൊണ്ടാണ് നമ്മൾ ഈ ട്രയാങ്കിൾ ബാഗ് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ സേഫ്റ്റി മെഷർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാനൊരു റെസ്ക്യൂവിന് പോകുമ്പോൾ എൻ്റെ സേഫ്റ്റി, പാമ്പിൻ്റെ സേഫ്റ്റി, എന്തുവാണ് കൂടെ നിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും, അവരുടെ സേഫ്, ഇത് മൂന്നും ഞാൻ നോക്കണം. ശരിക്കും നമ്മുടെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പോൾ ഈ കിങ് കോബ്ര എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഒത്തിരി പേര് പറഞ്ഞത്, ഞാൻ കണ്ട കുറേ കമൻസിൽ കുറച്ച് കമൻസ് എന്ന് പറയുന്നത് കാട്ടിൽ നിന്ന് പിടിച്ച് കാട്ടിൽ വിടുന്നു എന്ന് പറഞ്ഞു. അതിന് പറയാനുള്ളത് അത് കാട്ടിൽ നിന്നല്ല, രാജവെമ്പാല വനത്തിനുള്ളിൽ കാണപ്പെടുന്നതാണ്, അത് നാട്ടുംപുറത്താണ്. ഇതിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുക്കളയിൽ വന്നാൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം ഇപ്പം ഈ സ്ഥലത്ത് കണ്ടതൊരു കോബ്രയാണെങ്കിൽ നമ്മൾ പോവില്ല, അതങ്ങ് പൊക്കോട്ടെ എന്ന് പറയും, കാരണം അത് പോവും, പ്രശ്നമില്ല. പക്ഷേ രാജവെമ്പാല അങ്ങനെയല്ല, അത് പോകത്തില്ല. അതെ, അതിൻ്റെ സ്ഥലം അതല്ല. അത് അന്ന് തന്നെ ഒത്തിരി സമയം അത് അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. അത് പോകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മളതിനെ റെസ്ക്യൂ ചെയ്ത് അവിടെ നിന്ന് മാറ്റേണ്ട ആവശ്യം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മളതിനെ റെസ്ക്യൂ ചെയ്ത് മാറ്റിയത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സേഫ്റ്റി എന്ന് പറയുന്നത് ഞാൻ സേഫ് ആയിരുന്നു. അത് പലരും പറഞ്ഞു സേഫ് അല്ല, അതങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല. അത് ഈ പാമ്പുകളെ കുറിച്ച് ഒരു ധാരണയില്ലാത്തവരാണ് ആ കമൻസ് ഇടുന്നത്. കുറച്ചെങ്കിലും എന്തെങ്കിലും അറിയാമെന്നുള്ളവർ ഒരിക്കലും അങ്ങനെ പറയൂല. കാരണം ഞാൻ അത്ര വലിയ സംഭവമൊന്നും അല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം എന്താണ് പാമ്പ്, ഇതെങ്ങനെയാണ് ഓരോ പാമ്പും പ്രതികരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്കുണ്ട്. അപ്പോൾ രാജവെമ്പാല എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് ആണെങ്കിലും എനിക്കറിയാം രാജവെമ്പാലയ്ക്ക് വാലിൽ കുത്തി നമ്മുടെ ഏകദേശം 6 അടി ഹൈറ്റിൽ എണീറ്റ് നിൽക്കാൻ പറ്റുന്ന പാമ്പാണ് രാജവെമ്പാല എന്ന് പറയുന്നത്. പക്ഷേ അന്ന് കണ്ട പാമ്പ് അത്രയും ഒരു അഗ്രസീവ് അല്ലായിരുന്നു. അത് ഇതിന്റെ വാലിൽ പിടിച്ചെടുത്താൽ നട്ടലിന് എന്തെങ്കിലും പ്രശ്നം? ഇല്ല, വാലിൽ പിടിച്ച് ഹുക്കിൽ ഹാങ് ചെയ്തെടുത്താൽ അങ്ങനെ പെട്ടെന്നൊന്നും നട്ടലിന് അങ്ങനെ പ്രശ്നം സംഭവിക്കില്ല. നമ്മൾ അത്രയും 2 സൈഡിൽ ഇങ്ങനെ പിടിച്ച് വലിച്ചതിന് അങ്ങനെ കളയുകയൊക്കെ ആണെങ്കിലാണ് അതിൻ്റെ എല്ല് പൊട്ടിപ്പോകുന്നത്. അല്ലാതെ നമ്മൾ വലിച്ചു പിടിച്ചു എന്ന് പറഞ്ഞിട്ടൊന്നും എല്ല് പൊട്ടിപ്പോ അങ്ങനെയൊന്നും പോകാറില്ല. പക്ഷെ നമ്മൾ അത്രയും ഭയങ്കരമായിട്ട് ഇത് ചെയ്താൽ മാത്രമേ എല്ല് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ ഫേസ്ബുക്കിലൊക്കെ വളരെ വലിയ ആൾക്കാരൊക്കെ 1-2 പേര് കമൻസ് ഇട്ടിരുന്നു, മുട്ടുവരെയുള്ള ബൂട്ടിൻ്റെ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടിരുന്നു. എനിക്കതിൽ ഞാൻ സേഫ് അല്ല. നമ്മൾ അത്യാവശ്യം കാലിൽ ഷൂ ഇടുന്നുണ്ട്, പിന്നെ ഗ്ലൗസ് ഇടാൻ പറയുന്നുണ്ട്. ഗ്ലൗസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പിടിക്കുന്ന സ്റ്റിക്ക് എന്ന് പറയുന്നത് ഒരു ഇരുമ്പ് കമ്പിയാണ്, അതിൽ ഒരു തടിയുടെ ഒരു പിടിയാണുള്ളത്. ഈ ഗ്ലൗസ് ഇട്ടിട്ട് ഈ സാധനത്തിൽ മുറുകെ പിടിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് അത്രയ്ക്കുള്ള ബലമേ ഉള്ളൂ. അപ്പം അതിലിങ്ങനെ ഇറുക്കി പിടിക്കാൻ പറ്റില്ല. ഗ്ലൗസ് ഇടുമ്പോൾ എന്തായാലും നമ്മുടെ ഒരു ഫ്രീ അവരിതങ്ങ് മാറിയില്ലേ, അപ്പോൾ അത്രയും ഒരു സ്റ്റിഫായിട്ട് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗ്ലൗസ് ഞാൻ പാമ്പിനെ എന്നല്ല ഒരു ജീവിയെ പിടിക്കാനും ഞാൻ ഗ്ലൗസ് ഉപയോഗിക്കാറില്ല. വഴുതി പോകുമല്ലേ? അതെ, പെരുമ്പാമ്പൊക്കെ ആണെങ്കിൽ വഴുതി പോകും. ഗ്ലൗസും കൂടി ഇടുമ്പോൾ നമുക്ക് അത്രയും നമ്മൾ കംഫർട്ടല്ല. ഞാൻ സേഫാണെന്ന് 100% പൂർണ്ണമായും ആ സമയത്ത് എനിക്ക് ബോധ്യം ഉള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ ഒരു വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല. സന്തോഷം, അവർക്ക് സ്നേഹം കൊണ്ട് പറയുന്നതാണ്. അതെ, മാം പറഞ്ഞതുപോലെ മാം സേഫാണ്. അതുപോലെ ഇനി ഒരുപാട് പാമ്പുകളെയും സേഫാക്കും, അതിൻ്റെ ചുറ്റുമുള്ള ആൾക്കാരെ സേഫാക്കും. താങ്ക് യു മാം ഫോർ ബീങ് പാർട്ട് ഓഫ് ക്ലബ് എഫ്. താങ്ക് യു സോ മച്ച്.